ജനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും ആവേശത്തോടെ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇക്കുറി ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. 21,865 ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന വലിയ ജനാധിപത്യ യുദ്ധമാണ് അടുത്തു വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പാടില്ലാത്തതും തിരുത്തേണ്ടതുമായ നിരവധി കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, വോട്ടർമാർക്ക് പണവും ലഹരിയും നൽകി സ്വാധീനിക്കുന്ന പ്രവണത പൊതുവെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓരോ വാർഡിലും സ്ഥാനാർത്ഥികൾ നിശ്ചിത വോട്ടർമാർക്ക് പണം കൊടുത്ത് സ്വാധീനിക്കുന്നതിന് ശ്രമിക്കുന്നു, മദ്യം കൊടുത്ത് സ്വാധീനിക്കുന്നതിന് ശ്രമിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ പണവും പ്രതാപവും അനുസരിച്ച് ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നതെന്ന് രഹസ്യമായ പരസ്യമാണ്. ഇതിൽ പ്രധാന അപകടം സംശുദ്ധരായ പൊതുപ്രവർത്തകർക്ക് അവസരം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാവുകയും സ്ഥാനാർത്ഥി ലഭിക്കുന്ന സാധാരണക്കാർക്ക് അമിത സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ജനാധിപത്യം അട്ടിമറിക്കുന്ന വൃത്തികെട്ട രീതി എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നില്ല. പക്ഷേ ബലാബല രാഷ്ട്രീയം ശക്തമായ സ്ഥലങ്ങളിൽ വ്യാപകമായി ഈ അവസ്ഥ നിലവിലുണ്ട്, അത് വർദ്ധിച്ചു വരികയാണ്. ഇത് ഒഴിവാക്കണമെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ നിലപാട് ഒന്നിച്ചെടുക്കേണ്ടി വരും. ഇത് എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരാനാവുമെന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. 2, വാർഡിലെ ജാതിമത പരിഗണനയും കുടുംബ പ്രതാപവും നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതാണ്. ഇവിടെ യോഗ്യരായ ആളുകൾ ഒഴിവാക്കപ്പെടുന്ന പ്രശ്നവും സമുദായ പരിഗണനയിൽ അനർഹമായ സ്ഥാനാർത്ഥികൾ കടന്നു വരുന്ന സ്ഥിതിയും ശക്തിപ്പെടുന്നുണ്ട്. ഒരു നല്ല പൊതുപ്രവർത്തകൻ, സ്വന്തം പാർട്ടിക്ക് വേണ്ടി രാപകൽ കൊടിപിടിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ ജീവിക്കുന്ന വാർഡിൽ താൻ ജനിച്ച മതത്തിന്റെ പേരിലോ കുടുംബ ബന്ധങ്ങളുടെ വിലക്കുറവിലോ മത്സരിക്കുന്നതിന് അയോഗ്യനാകുന്നു. മതേതരത്വവും മതനിരപേക്ഷതയും വെറും പ്രസംഗം മാത്രമാണെന്ന് താഴെ തലത്തിൽ പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ മതജാതി കുടുംബ പരിഗണന. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് അഭിമാന പ്രശ്നമായി മാറിയപ്പോൾ കടന്നുകൂടിയ ജനാധിപത്യത്തിന്റെ അശ്ലീലങ്ങളാണ് ഏറെയും. ഇതൊരു പരിധിവരെയെങ്കിലും തിരുത്തേണ്ടതാണ്. എന്നാൽ തിരുത്തൽ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്കെടുക്കാവുന്ന നയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ നിലപാട് ഉപേക്ഷിക്കുന്നതിന് തയ്യാറാവുകയും പാർട്ടി പ്രവർത്തകർ ഇത്തരം നിലപാടിനെതിരെ അതത് പാർട്ടിക്കകത്ത് ശബ്ദമുയർത്തുകയും വേണമെന്നാണ് എന്റെ അഭിപ്രായം. 3ാമത്തെ കാര്യം, പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ മെമ്പറാകലാണ് തന്റെ സ്വീകാര്യതയും അംഗീകാരവും അളക്കുന്ന മാനദണ്ഡമെന്ന് വിശ്വസിക്കുന്ന പ്രാദേശിക നേതാക്കൾ ഏറെയാണ്. പണ്ട് അങ്ങനെ ആയിരുന്നിരിക്കാം. പഞ്ചായത്ത് മെമ്പർക്കും മറ്റും അംഗീകാരവും നാട്ടിൽ സ്വീകാര്യതയും ഒക്കെ ലഭിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ കോലവും മാറി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ മെമ്പറായ ശേഷം സ്വീകാര്യത വർദ്ധിച്ച എത്ര പേർ നമ്മുടെ നാട്ടിലുണ്ടാവും? വിരലിലെണ്ണാവുന്നവർ കാണും. ബാക്കി അതുവരെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നേടിയ പ്രശസ്തിയും സൽപ്പേരും നഷ്ടപ്പെടുകയാണ് ഭൂരിപക്ഷം പേർക്കും ചെയ്തതെന്നാണ് എന്റെ വിശ്വാസം. മത്സരിക്കുന്നതിന് ആഗ്രഹിക്കുന്നതിനെയോ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പഞ്ചായത്ത് മെമ്പർ ആവുക, അതാണ് പൊതുപ്രവർത്തനത്തിന് ലഭിക്കുന്ന ഭാഗ്യമെന്ന് ചിന്തിക്കാതിരിക്കുക, അത്രമാത്രമാണ് ഉദ്ദേശിച്ചത്. ജനാധിപത്യത്തിന് കളങ്കമായ ജാതിയും മതവും കുടുംബവും പരിഗണിച്ച് സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഒഴിവാക്കുന്നതിന് തയ്യാറാവുകയും ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുകയും വേണം.